ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി സ്നാക്കാണ്. ഈസി സ്നാക്ക് മാത്രമല്ല, ഹെൽത്തി സ്നാക്കും കൂടിയാണ്. ഞാൻ ഡയറ്റിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഓയിൽ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസും ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്കിൽ ഓയിൽ തീരെ ഉണ്ടാവില്ല. മാത്രമല്ല, ആ കഴിക്കുന്ന ഐറ്റംസ് ഒക്കെ ഒന്നൊന്നര ഹെൽത്തി സാധനങ്ങളായിരിക്കും. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ്. ഈ ഒരു ഇരുമ്പ് ചീനച്ചട്ടി ആദ്യം അടുപ്പത്ത് വെച്ചിട്ട് മാക്സിമം അതിലെ വാട്ടർ കണ്ടന്റ് ഒക്കെ ഡ്രൈ ആയതിനു ശേഷം ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഈ ഒരു ചെറിയ കപ്പ് പംകിൻ സീഡ്, മത്തന്റെ കുരു. ഇത് വളരെ ഹെൽത്തിയാണ്. സ്കിൻ ഹെൽത്തിനും ഹെയർ ഹെൽത്തിനും ഒക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇതിടാം. ഇനി അടുത്തത് സൺഫ്ലവർ സീഡാണ്. ഇതും സ്കിൻ ഹെൽത്തിനും ഹെയർ ഹെൽത്തിനും വളരെ നല്ലതാണ്. വളരെ കുറച്ച് അളവിൽ അൺസോൾട്ടഡ് ആയിട്ടുള്ള പിസ്ത എടുക്കാം. ഇനി ഇതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് നമുക്കിടാം. ആൻഡ് ഫൈനലി കുറച്ച് വാൾനട്ട്, ഇതും കൂടെ ഇതിൻ്റെ അകത്ത് ഇടാം. വാൾനട്ട് പൊതുവിൽ ബ്യൂട്ടി നട്ട് എന്ന് പറയാറുണ്ട്. അതുപോലെ ബ്രെയിൻ ഫംഗ്ഷനും വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ഹെൽത്തി ഐറ്റംസ് ആണ്. ഇനി സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം. ഇതിലെ വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ്ലി പോകണം. നന്നായിട്ട് ഡ്രൈ ആവണം. അത് ചെറുതായിട്ട് ഒന്ന് കളർ ചേഞ്ച് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും, കാര്യമാക്കണ്ട. അങ്ങനെ പൊട്ടുന്നത് നല്ലതാണ്, നല്ല സ്വാദാവും അത്. പിന്നെ ഇതിപ്പോൾ നന്നായി വിളറി വെളുത്ത ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരും. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കരിഞ്ഞിരിക്കും. ആ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ 1 by 1 ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ആഡ് ചെയ്യേണ്ടത് അല്പം കായപ്പൊടിയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് ഇളക്കൽ കണ്ടിന്യൂ ചെയ്യുക. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇളക്കൽ തുടരുക. ആൻഡ് ഫൈനലി നമുക്ക് ദ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് നമുക്കിത് റാപ്പപ്പ് ചെയ്യാം. നന്നായിട്ട് ഇളക്കൽ തുടരുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, സിമ്മിലിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാവുള്ളൂ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് അടച്ചു വെച്ചാൽ നമ്മുടെ സ്നാക്ക് റെഡിയാണ്. പിന്നീട് ആവശ്യാനുസരണം ഇതിലേക്ക് നമുക്ക് ഇത് പകർന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.